അനാന അനാന ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ അലാന രാവിലെ തന്നെ എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കാനുണ്ട്. രാവിലെ ഞാൻ അലാനാന്ന് വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അലാനാന്ന് വിളിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞതാണ് അനാന. അനാന ആരാണ്? അനാന. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 8 ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് നല്ല തിരക്കിലായി പോയി. ആരോ മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചു, യൂട്യൂബ് നിർത്തിയോ, വീഡിയോ നിർത്തിയോ, എന്താ വീഡിയോ ഇല്ലാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹോസ്പിറ്റലിലാണോ, വയ്യാതായെന്നൊക്കെ കുറേ പേര് ചോദിച്ചു. വളരെ ഹോസ്പിറ്റലിലും വയ്യാതായും പ്രശ്നമൊന്നുമല്ല. എന്താണ് എന്ത് ഇതൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു, നമ്മുടെ അത്രയും അടുത്തൊരു ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ കല്യാണത്തിന്റെ തിരക്ക് കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കായി പോയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ബ്ലോഗ് ആക്കിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഒന്നും പറയാൻ സമയക്കില്ല. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. 3-4 ദിവസമായിട്ട് ഫുള്ള് കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു. അപ്പോൾ രംഗോലി പരിപാടി, അതേപോലെ ഫോം പാർട്ടി, കല്യാണം, മറുവീട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ കല്യാണത്തിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ ഇടാനുള്ള നേരം കിട്ടിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നബിദിനും കാര്യങ്ങളും വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ കല്യാണത്തിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും കൊണ്ടാടുന്ന നബിദിനമാണല്ലേ. അപ്പോൾ കഴിഞ്ഞ നബിദിനത്തിന് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ നബിദിനത്തിന് ഞങ്ങൾ പാലക്കാടായിരുന്നു. അന്ന് ലനമോൾക്ക് 2 മാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളുടെ പിന്നെ ആദ്യത്തെ നബിദിനം എന്നാണെങ്കിലും പറയാം. ആദ്യത്തെ നബിദിനം മീൻസ് കഴിഞ്ഞ നബിദിനത്തിന് അവൾക്ക് ഉള്ള ചെറിയ കുട്ടിയായിരുന്നു, നമുക്കൊന്നും ഓർമ്മ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ നബിദിനത്തിന് എന്തുമില്ല, കുഴപ്പമൊന്നുമില്ല. 1 വയസ്സ് കഴിഞ്ഞു, 2 മാസമായിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഓർമ്മ, അതായത് എല്ലാം ഒന്ന് കണ്ട് കേട്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ട് പ്രായമായിട്ടുള്ളൊരു ആയത്തെ നബിദിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാവരും നബിദിനം ആഘോഷിക്കണ ഒരു ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും നബിദിനാശംസകൾ ഞാൻ നേരെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, റെഡിയായി, നേരെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ പള്ളി മദ്രസയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം നബിദിന ഇന്നലെ രാത്രി സന്ദേശയാത്ര കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ഇവിടെ കുട്ടികൾക്ക് ചോറ് വെക്കണ സ്ഥലമാണ്. നബിദിനത്തിലവർക്ക് ചോറ് കൊടുക്കുമല്ലോ. അപ്പോൾ ചോറ് വെക്കണ സ്ഥലത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ തുടങ്ങിയപ്പോൾ 2 മണിയൊക്കെ ആയി. ഓക്കെ. അപ്പോൾ 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു. 7 മണിയാകുമ്പോൾ റാലി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഉള്ളിൽ റെഡി ആവുകയാണ്. ചക്കരയും കുട്ടിയും ഉമ്മായും വാപ്പായും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നബിദിനം, അതായത് തെക്കൻ ജില്ലയിലെ നബിദിനം കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ള് കണ്ടാൽ മതി. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നബിദിനം പരിപാടിനെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ കമൻസ് വരുന്നുണ്ടാവും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടും പാട്ടിട്ടിട്ടൊക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്. പൊതുവേ ഇങ്ങനെ അല്ല. അതായത് ഇന്നലെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിക്കും ഇഷ്ടംപോലെ സ്ഥലത്തുനിന്ന് പിന്നെ വന്നിട്ട് ദഫുകളി കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടാവണതാണ്. പക്ഷെ ഇന്നലെ ഉണ്ടായില്ല എന്നല്ല, ഉണ്ടായിരുന്നു, കുറച്ച് കുറവായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം എന്തായാലും അതിൻ്റെ ബാക്കി തന്നെ മുട്ട് പരിപാടിയും പാട്ടും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാവും. മക്കളുടെ റാലി, മുട്ടായി വിതരണം, സീഡ്സ് വിതരണം, വെള്ളം, അങ്ങനെ പായസം എന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 10-300 കിലോ അരിയൊക്കെ ഇട്ടിട്ടുള്ള ചോറ് വയ്ക്കണ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ റെഡിയായി നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നേരിയ മഴയുണ്ട്. അപ്പോൾ ഓണമാണ്, നബിദിനമാണ്, എല്ലാ പരിപാടിയാണ്. അപ്പോൾ മഴ ജസ്റ്റ് ഒന്ന് വിട്ട് നിന്നാൽ ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അല്ലെങ്കിൽ നടക്കില്ല എന്നല്ല, നടക്കും. പക്ഷേ നബിദിനമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ റാലി പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മക്കളല്ലേ, ഈ കീസും അതേപോലെ തന്നെ കൊടിയും പിന്നെ പർദ്ദയും പുതിയ ഡ്രസ്സും കുപ്പായൊക്കെ ഇട്ടിട്ട് ഇവരൊക്കെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടൊക്കെ ഒരു ഇടങ്ങേറാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഉച്ചവരെയൊക്കെ ഒന്ന് മാറി നിന്നാൽ കിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഉത്രാടം, നാളെ തിരുവോണമായിട്ട് അത്തപ്പൂക്കളവും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വീടിൻ്റെ മുറ്റത്തും കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് പുതിയ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവരുടെയും പരിപാടി ഇതേപോലെ ഒന്ന് സ്വീപ്പാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കഴിഞ്ഞിട്ടൊന്ന്
ഉഷാറായി പെയ്താലും കുഴപ്പമില്ല. ഇത്ര നാൾ മഴ തന്നെയായിരുന്നു. നമുക്കിനൊന്നും പറയാൻ പറ്റില്ല. മഴയാണെങ്കിൽ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ ഒപ്പം ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിനം ഓണം ആശംസകൾ ഞാൻ നേടിയാണ്. ഓണം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഉത്രാടത്തിൻ്റെ തിരക്കിലാകും എല്ലാവരും, അതും അറിയാം. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ആദ്യം നബിദിനത്തിൻ്റെ വിശേഷങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബാ. അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലെനമോളെ എവിടെ പോണു? ഇന്നലെ നബിദിന പരിപാടി കണ്ടോ? ഇന്നലെ നബിദിനത്തിന്റെ മുട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ? എന്താ എവിടെ പോണത്? എവിടെ പോണ്? റാലി കാണാൻ പോവാ. എന്നാ വരി, ഇറങ്ങിക്കോളി. അമ്മ വരി, എന്നാ വരി വരി വരി. 7 മണിയായി. ഇറങ്ങിക്കോ. വാപ്പായ അപ്പൊ വരും. പിന്നെ അതേപോലെ റമീസ് എത്തിയിട്ടുണ്ട് ഇന്നലെ. അവർ രണ്ടുപേരും പിന്നാലെ വരും. ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നബിദിനത്തിന് പാലക്കാടായിരുന്നില്ലേ? പാലക്കാടായിരുന്നു. ഇപ്പൊ നബിദിനം മുമ്പേയാണ്. കഴിഞ്ഞ നബിദിനത്തിന്റെ തലേദിവസമാണ് ഞാനും ഉമ്മായും ഉമ്രയ്ക്ക് പോയത്. കഴിഞ്ഞ നബിദിനം ഉമ്മായൊക്കെ ഈ സമയത്ത് മക്കയിലാണല്ലേ? കഴിഞ്ഞ നബിദിനത്തിന്റെ തലേന്ന് പോയി മക്കയിലാണ് ഇവിടുന്ന് പോയി. അതായത് നബിദിനത്തിന് മക്കത്താണ്. പക്ഷെ സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു പോയത്. 5-ാം തീയതി ആയിരുന്നു നബിദിനം. അപ്പൊ ഇക്കുറി നബിദിനം കുറച്ച് നേരത്തെ എത്തിയില്ലേ? ഞാനാ ജുമാനായനെ വിളിക്കണത് ഞാനാ. അനാനാ 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 എവിടെ പോണ്? ഇവിടൊന്നും ഒരു റാലി ഉണ്ടേ. 3-4 വരും. ഇവിടുത്തെ മദ്രസയാണ്. ഇത് മദ്രസയാണ് കേട്ടോ. അതാണ് നമ്മൾ പഠിച്ച മദ്രസ അവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് റാലിന്റെ കുട്ടികളൊക്കെ വന്നോണ്ടിരിക്കാണ്. അവിടെ നിലപ്പോൾ ഒരു 7:30 മണിക്കൊക്കെ ആവും. ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത്. ൂന്നങ്കല്ലും അവിടെയും പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത്. അതായത് 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണേ. നല്ല മഴക്കോളുണ്ടല്ലോ. വെളുപ്പിനൊക്കെ പെയ്തു. മഴ പെയ്യായിരുന്നാ മതി. പക്ഷെ എത്ര കഴിഞ്ഞു കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മദ്രസ കേട്ടോ. ഇവിടെയും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ വീടാണിത്. എല്ലാവരും റാലി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ റാലിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ റാലി തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങുള്ളൂ. ഓക്കെ, എല്ലാവരും വന്നുകൊണ്ടൊക്കെ ഇരിക്കണം. അനൗൺസ്മെന്റ് ചെയ്യുന്നു. അസു റെഡിയായാ? അസു റെഡിയായി. റാലിക്ക് പോകാനുള്ള ഷർട്ടും പാന്റും തൊപ്പിയൊക്കെ ഇട്ട് റെഡിയായി. കൊടിയില്ലേ? കൊടി എവിടെ? കൊടി പള്ളിന്ന് വരുമോ? കീസ് കൊടുത്തോ? കീസ് മുട്ടായിയൊക്കെ വാങ്ങാനുള്ള. റാലി ഇതേപോലെ പോണ്ടേ? എനിക്ക് ഇതേപോലെ പോണ്ടേ? ആ കാക്ക. അവിടെ കാക്ക ഇരിക്കുന്നു. അവനെ കണ്ടിട്ടാണ്. എന്താ കാക്ക?
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യതയോടെ കുടിച്ചു കൂട്ടാടി മതിച്ചു നഗ്നമാടി അജ്ഞതയുടെയും അശ്ലീലതയുടെയും ലോകത്ത് ജീവിച്ച ജനസമൂഹത്തെ യുക്രൈന്റെ സമരകാഹളത്തിലൂടെ ലോകത്തിന്റെ മനസ്സ് മാറ്റിയ മുത്തല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അതിലായി ചൂടുണ്ടേ മരഹബ ഓക്കെ ഓക്കെ കിട്ടി കിട്ടി. സ്നേഹത്തിന്റെ മദ്രസ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു പോകുന്നത്. ഏവരും ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ. പച്ചപ്പതാകങ്ങൾ ഉയർത്തി സ്വലാത്തിന്റെയും മദഹിന്റെയും ഈരടികൾ മുഴക്കി തക്ബീർ ധ്വനികൾ ഉയർത്തി അങ്ങനെ നമ്മുടെ പള്ളിയിലെ റാലിയൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റാലിയുടെ പിന്നെ ബാക്കിൽ നിന്ന് എല്ലാവരും ചെറുപ്പക്കാരും എല്ലാവരും ചേർന്നിട്ട് കാറുകൾ കൂടിയുള്ള റാലിയാണ് കേട്ടോ. പിന്നെ മഴക്കോള് റാലി തുടങ്ങും മുന്നേ നല്ലൊരു മഴ പെയ്തു, ഇപ്പോഴും മഴക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൂടി എത്തുമ്പോൾ ഏകദേശം നമ്മൾ റാലി അവസാനിക്കും. ഒരു 9:15 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഏകദേശം ഒരു കിലോമീറ്റർ ബാക്കിലാണ് നമ്മുടെ പള്ളി വന്നിട്ട്. അപ്പോൾ ഇവിടുന്ന് റാലി കഴിഞ്ഞിട്ട് ചെറിയ മക്കളല്ലേ ഇത്രയും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ മഴക്കാറും ഉണ്ട്. അപ്പോൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാറിലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും റാലി ഏതാ ഇവിടെ കൂടെ വന്നങ്ങനെ അവസാനിക്കുകയാണ്. കാരണം റാലി കഴിഞ്ഞിട്ട് തിരിച്ച് പോകാറാണ്, അങ്ങനെ തന്നെ ഇവിടെ നിന്ന് നടന്ന് തിരിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ ഇന്ന് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാലാവസ്ഥ നമുക്ക് മുന്നേ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും കാറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ റാലിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് റാലി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നബിദിന പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കിട്ടി. ചോറ് എവിടെയമ്മ? ചോറ് ഒരു പൊടി ഇങ്ങോട്ട് കാണിക്കട്ടെ, ചോറ് കാണിച്ചു കൊടുക്കട്ടെ. ചോറ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് ചോറ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഇവിടുത്തെ കിട്ടിയ ചോറാണ്. പിന്നെ നമ്മുടെ ജമാഅത്തിൽ നിന്നും കിട്ടും, അത് കൊണ്ടുപോയിട്ട് വാപ്പോ അങ്ങനെ. റമീസ് അതാ നിൽക്കുന്നു. റമീസ് ഇനി ആരും കണ്ടില്ലെന്ന് പറയണ്ട, കുറേ വീഡിയോസ് ഒക്കെ ചോദിച്ചു റമീസ് വന്നിട്ടുണ്ടെന്ന്. റമീസ് അവിടെ നിൽക്കുന്നില്ല, നമ്മളെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ്. റമി വീട്ടിലോട്ട് വരുന്നില്ലേ? എന്നാ നിങ്ങൾ കഴിച്ചിട്ട് അങ്ങോട്ട് വാ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വാ. അടുത്ത് കൂടെ ചോറ് കിട്ടിയോണ്ട് പിന്നെ അവരോട് കിട്ടിയ തിരിപ്പായി പോയി. അപ്പോൾ നമ്മളെന്നാലും വീട്ടിലോട്ട് പോകണം. ഇനി ചോറൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വീടെത്തി. അടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറിന്റെ ഒപ്പം കറി ഉണ്ട് അല്ലേ? ബീഫ് കറി ഉണ്ട്. അപ്പൊ അല്ലാതെ കിട്ടിയ ചോറിന്റെ കൂടെ കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്റെ പാപ്പാനെ നമ്മൾ 2 പങ്കാണല്ലോ. അപ്പൊ അതിൽ കുറച്ച് കറി ഉണ്ടാവുള്ളൂ. അപ്പൊ അതായത് വീട്ടില് നമ്മളെന്തായാലും 6 ആൾക്കാരുണ്ട്. അപ്പൊ കറി തികയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ തന്നെ ചിക്കന് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു. കാരണം നമ്മൾ ചിലപ്പോൾ കാണാൻ ഉണ്ടാവില്ല. അപ്പൊ അതിനായിട്ട് കുക്കറില് സവാള തക്കാളിയൊക്കെ റെഡിയാക്കാണ് ചിക്കൻ കറി വെക്കാൻ. ടോപ്പിക്കാരനെ എന്റെ മോണൻ ഇതിനൊക്കെ അല്ലേ. അപ്പൊ അവന് ഇയാക്കെ എന്റെ തേങ്ങ ഇട്ട് നാരങ്ങയും ബോണസോ കൊടുത്ത് ഒരു മതി നവീദിനെ ചോറ കൊടുത്തിട്ട് വരട്ടെ. അപ്പൊ നമ്മളെ ടാപ്പിക്കാരനെ റബ്ബർ ടാപ്പിന് നാരങ്ങ പറിച്ചു. വീട്ടില് തേങ്ങ ഉണ്ടായിരുന്നു, തേങ്ങ എടുത്തു. മഴയായിട്ട് ടാപ്പിംഗ് ഇല്ല. ഇന്ന് നാളെ തൊട്ട് അവർക്ക് ഓണമല്ലേ. അപ്പൊ കൊടുത്തിട്ട് ഞാൻ പറയാം. ചോറെടുത്തോ പള്ളി കൊണ്ടുവന്ന് ചോറെടുത്തോ? ചോറെടുത്തു കൊടുത്തിട്ട് വരാം ഞാൻ. കൊടുത്തിട്ട് നാളെ തൊട്ട് അവർക്ക് ഓണമല്ലേ. ചോറ് കെട്ടി കാണത്തില്ല.
വാപ്പ അതെ അവർക്ക് ചോറും സാധനവും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഗൈസ്, ഞാനും എൻ്റെ അനാനായും അതാ റൂമിലുണ്ട്. അനാൻ അവിടെ ദേ ഓരോ കുരുത്തക്കടൽ കാണിക്കാണ്. അനാനാ, എന്താ പണി ഇവിടെ അനാനാ? ഏ അനാന ഇതിൽ കൂടെ ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കാണ്. ഗുളിക, മരുന്ന്, AC-ന്റെ റിമോട്ട്, ഫാൻ്റെ റിമോട്ട്, എല്ലാ സാധനങ്ങളും ഒതുക്കി പറക്കലാണ് അനാനാന്റെ ഇവിടുത്തെ പണി. ഏ എന്താ അത്? ഇവിടെ ഫാൻ, എവിടെ ഫാൻ? അനാന, അനാന ഫാൻ എവിടെയടി? ഏ ഇതോക്ക് ഇതോക്ക് ഇതോക്ക്, ഇതെന്താ? കുഞ്ഞിപ്പാത്തുമ്മ ഒരു പാവാടയെ ഉടുപ്പ് ഇട്ടിട്ടുള്ള ബഹളാണ്. മക്കളെ നോക്കങ്ങള് കാണിക്കണത് ഇവിടെ. കുറുമ്പ് കാണിക്കണോ? കുറുമ്പി, കുറുമ്പി പെണ്ണ്, കുറുമ്പി പെണ്ണ്, കുറുമ്പി, ഏ കുറുമ്പി. അനാനാ, അനാന, എല്ലാവർക്കും ഹായ് പറയാ. ഹായ്, ഒരു ഹായ് എടുക്ക്. അപ്പച്ചിട്ട് കുട്ടിയുടെ ഹായ് എടുത്താ അല്ല അല്ല, ഒരു ഹായ് എടുത്താണ് അപ്പച്ചിന്റെ കുട്ടി. എങ്ങനെ നമ്മള് ഹായ് എടുക്കണേ? എങ്ങനെ ഉണ്ടായിരുന്നു നബിദിന്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായോ? അടിപൊളിയായോ? ഇന്ന് കാക്കാമാരും താത്താമാരും പോയത് കണ്ടോ? കൊടിയൊക്കെ കൊണ്ട് കുലു തക്ബീർ വിളിച്ചിട്ട് പോയാണ്ടോ നീ? അതേപോലെ എന്റെ കുട്ടിയും പോണം. ആ വാ. എന്താ പരിപാടി? എന്താ പരിപാടി? എന്തൊക്കെ പുതിയ പുതിയ ഉണ്ടോ നോക്കണേ? അതന്നെ അതന്നെ. അനാനാ, 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 ഒരു അവോട് ഒരു ഫ്ലൈങ് കിസ് കൊടുത്താ. ആ, ആ, എങ്ങനെ ഡാൻസ് കളിക്കാം നമ്മള്? ഏ ഏ ഏ ഏ ഏ ഏ ഏ ഡാൻസ് 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 എന്ന് പറഞ്ഞത് ഡാന്ന്. അവിടുന്ന് കേറല്ലേ, എന്റെ മുകളിലൊന്നും കേറല്ലേ. ഇങ്ങ് വാ, അവിടുന്ന് കേറല്ലേ നീ. അവിടുന്ന് കേറല്ലേ. ആ, അവിടുന്ന് കേറല്ലേ. കുരുത്തക്കേട് കാണിക്കല്ലേ, കുരുത്തക്കേട് കാണിക്കല്ലേ. കുരുത്തക്കേട്